ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോണോമാർക്ക്. യെസ്, പറഞ്ഞോളൂ. യെസ്, അപ്പോൾ ഇവിടെ ഉള്ളത് സ്കൂട്ടറാണ്, 5 years old ആൻഡ് സ്പൈഡർ ഒരു 1.5 years old. അപ്പം രണ്ടാളുടെയും നമുക്ക് ട്രെയിനിങ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാളും വളരെ പാവമാണ്, സ്നേഹം കൂടിയിട്ടുള്ളൊരു അഗ്രഷനൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വയലന്റ് ഒന്നുമല്ല. പക്ഷെ നമുക്ക് കുറച്ച് ഡിസിപ്ലിൻ കിട്ടണമെന്നല്ല. ഫോർ എക്സാമ്പിൾ, വീടിന്റെ ഗേറ്റ് തുറന്ന ഒരാൾ ഓടിപ്പോവും, അപ്പോൾ ഇയാളാണെങ്കിൽ ഓടിപ്പോവില്ല, പുറത്തേക്കൊന്നും പോവില്ല. അപ്പോൾ ആക്റ്റീവ് ആക്കണം. പിന്നെ ഓൺ കമാൻഡ്സ്, അങ്ങനത്തെ സംഭവങ്ങളും. പിന്നെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്റെ ക്ലാസ്സിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പൊക്കേണ്ടി വരില്ല. അപ്പൊ കുറച്ചുകൂടി അങ്ങനെയൊക്കെ ആണെങ്കിൽ സുഖമാണ്. ഇയാളെങ്കിൽ ക്ലാസ്സിലൊന്നും കാണിക്കാൻ പറ്റിയില്ല, ഭയങ്കര വികൃതിയാണ്. ഇയാൾ ഭയങ്കര പാവമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ ഓഫ് ലീഷ്, അപ്പം റോഡിൽ പോകുമ്പോൾ ബാക്കിയുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിൾ ആക്കുക. അത്രയും മതി. അത്രയും കിട്ടിയാൽ നമുക്ക് വളരെ നന്നായി. അപ്പൊ ഇതാണ് സ്പൈഡർ. അയാള് ചെറുപ്പത്തിന്റെ അതിന്റെ ഒരു കുറച്ച് ഉഷാറ് കൂടുതലുണ്ട്. അപ്പം ഭയങ്കര എനർജറ്റിക്കാ. അതുകൊണ്ട് സ്ട്രേഞ്ചേഴ്സിന് വരുമ്പോ ചിലപ്പോ വേഗം അപ്പൊ സ്ട്രേഞ്ചേഴ്സിനെ പെട്ടെന്ന് പോയിട്ട് കേറും, പക്ഷെ അറ്റാക്ക് ചെയ്യില്ല, പക്ഷെ അവർക്ക് പേടിയാവും. പിന്നെ ഇതാണല്ലേ, സ്നേഹം കൂടിയാല് വായൊക്കെ എടുത്ത് പക്ഷെ കടിക്കൂല, സ്നേഹം കൊണ്ടുള്ളത്. പിന്നെ കുറച്ച് ഡിസിപ്ലിൻ കുറച്ച് കുറവുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ പ്രശ്നം സ്പൈഡറിനെ ഒന്ന് ഇറക്കിയാലോ? സ്പൈഡറിനെ അൺവീൽ ചെയ്യാൻ ബോള് കിട്ടിയാൽ പക്ഷെ ഇതിപ്പോ ഡിസ്ട്രാക്ഷൻ ആണ് മെയിനായിട്ട്. കുറച്ചൊക്കെ ഒന്ന് റിമൂവ് ചെയ്താ നിങ്ങൾക്ക് അറിഞ്ഞ ട്രിക്ക് എന്റെ ഒന്നുമില്ല, അതെ എന്റെ ഒന്നുമില്ല. കുടി കയറി ഞാൻ പറഞ്ഞ അത്ര കേൾക്കുമല്ല, പക്ഷെ അപ്പ പറഞ്ഞ എവിടെ നിന്ന് പറഞ്ഞാൽ ഓടി കയറിക്കോളൂ. ഞങ്ങള് പറഞ്ഞ അത്ര അനുസരണം കുറച്ച് കുറവാണ്. പ്രശ്നമൊന്നുമില്ല. ഇവൻ നമ്മളിപ്പോ അവനെ ചൊറിയാൻ തുടങ്ങിയാൽ ഇവൻ വന്നിട്ട് നമ്മുടെ കൈ പിടിക്കും. ഇവനല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവന് കുറച്ച് അറ്റൻഷൻ വേണം. പിന്നെ ബോളൊക്കെ ഉണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ച് വലിച്ചെടുക്കും. പിന്നെ ഒന്നും വെറുതെ ബോറടിക്കുകയാണെങ്കിൽ ഇവന്റെ ചെവിയൊക്കെ പിടിച്ച് വലിക്കും. അല്ലാണ്ട് സ്നേഹം കൊണ്ടുള്ള പ്രശ്നങ്ങളുള്ളൂ അല്ലേ, ചെറുപ്പത്തിന്റെ പ്രശ്നം അത്രയൊക്കെ ഉള്ളു. അല്ലെങ്കിൽ പിന്നെ പാവാ. പിന്നെയാണ് നമുക്ക് സ്കൂട്ടർ വരുന്നത്. സ്കൂട്ടർ നേരെ ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര പാവം കൂട്ടിയിട്ടുള്ള പ്രശ്നമുള്ളൂ. ഇപ്പൊ ഇവൻ ഉപദ്രവിച്ചാലും ഒന്നും ചെയ്യില്ല. പിന്നെന്താണ്, ഇവൻ നടക്കണം എന്നൊക്കെ വിചാരിച്ചാലും, ഫോർ എക്സാമ്പിൾ നമ്മള് 10 മീറ്റർ നടന്നാൽ ചിലപ്പോൾ നിർത്തിയ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പൊക്കണം. അപ്പം നടത്തം കുറച്ചുകൂടി ബെറ്റർ ആക്കണം. പിന്നെ ഇവന്റെ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് ഡിസിപ്ലിൻ മതി നമുക്ക്. ബേസിക്കലി ബൗണ്ടറി വിട്ട് പോരുത്, അങ്ങനത്തെ കാര്യങ്ങൾ. നമുക്ക് ഗേറ്റ് ഒക്കെ തുറന്നിട്ടാലും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നടക്കാൻ കുറച്ചുകൂടി കൺവീനിയന്റ് ആണ്. നമുക്ക് കുറച്ചുകൂടി ഓടാനോ നടക്കാനൊക്കെ കൊണ്ടുപോകാൻ സ്ഥലങ്ങളുണ്ട്. വിളിച്ചാല് വരും അല്ലേ? അപ്പം സ്കൂട്ടറിന് ആക്ച്വലി എപ്പിലിപ്സിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഗാർഡിനാകാരം വരുന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര സെൻസിൽ ഉണ്ടാവാറില്ല. അപ്പൊ കഴിക്കുന്ന ഐറ്റംസ് ഒന്നും അത്ര ബോധം ഉണ്ടാവില്ല. ഇപ്പൊ ഡോസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി 2 ടോയ് കഴിച്ചിട്ട് അതിന്റെ 2 പ്രാവശ്യം സർജറി എടുത്തതാ. ഒരു പ്രാവശ്യം ഒരു മാങ്ങാണ്ടി ആയിരുന്നു, ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ഒരു ടോയിന്റെ ചെറിയ പീസ്. അപ്പൊ അത് സ്റ്റക്കായി, വയറിൽ സ്റ്റക്കായി, പിന്നെ സർജറി ചെയ്യേണ്ടി വന്നു. ബാക്കി പ്രശ്നം ഇപ്പൊ പ്രശ്നമില്ല, ഡോസ് കുറച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഇയാൾക്കുണ്ട്. മറ്റേർക്ക് ഒരു പ്രശ്നമില്ല, ഭക്ഷണം തന്നെ വല്ലപ്പോഴും കഴിക്കുള്ളൂ. അതാണ് സ്കൂട്ടറിന്റെ അവസ്ഥ. ഭക്ഷണം ഉണ്ടെന്ന് വിചാരിച്ചാൽ അവൻ ഇരുന്നോളാം. അതിന് മണത്ത് നോക്കുക ഭക്ഷണമൊക്കെ ഉണ്ടാവും.
എന്താടാ രാത്രി ഇവര് ഫുൾ ടൈം പുറത്താട്ടോ. രാത്രി ഇവര് ഫുൾ ടൈം പുറത്ത്. പക്ഷെ നമുക്ക് ഇതും വിട്ട് പുറത്താക്കണമെന്നുണ്ട്. ഇപ്പൊ ചെടിയൊക്കെ കുറെ ഉണ്ട്, അതൊന്നും കടിക്കരുത്, തിന്നരുത്, ചെടിയിലേക്ക് പോവാ, അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യാൻ നമുക്ക് ഇവരെ ഫുള്ള് വിടാൻ വേണ്ടിട്ടാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മള് നനവില്ലാതെ വെക്കും. അപ്പൊ ഇവര് മഴയുള്ള സമയത്ത് ഇവിടെ മാത്രം, ബാക്കിയുള്ള സമയത്ത് പുറത്ത് മൊത്തമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫുഡ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കേൾക്കും. നമ്മൾ അവനെ കുറച്ച് ലാളിച്ച് വളർത്തിയോണ്ട് ഫുഡ്, അപ്പം ഫുഡ് ഉണ്ടെങ്കിൽ അവരിയ്ക്കും, അല്ലെങ്കിൽ ഇരിക്കില്ല. അപ്പം എടുത്തുണ്ടോ പറ്റിക്കണോ? അവൻ ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ച് ഡിഫിക്കൽട്ടി കൂട്ടിങ് കുറച്ച് കളിച്ചോ. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾക്ക് കുട്ടികൾക്ക് അറിയായിരിക്കും, നമ്മുടെ ക്ലാസ്സുകളെ ഇവരെ കാണാൻ കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇവരെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവൻ കുറച്ച് എനർജി കൂടിയതിന്റെ പ്രശ്നമാണ്, ഇവൻ കുറച്ച് വെയിറ്റ് കൂടിയതിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് കുറച്ചുകൂടി ഡിസിപ്ലിൻ ആണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാം. അപ്പൊ കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റ്സ്.